ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫെബിനാച്ചി റീട്രേസ്മെന്റ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഈ ഒരു ഫെബിനാച്ചി റീട്രേസ്മെന്റ് സ്ട്രാറ്റജി ഞാൻ വളരെ ഈസി ആയിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഓക്കെ, അതിന് നമുക്ക് ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂൾ നമുക്ക് എല്ലാ ബ്രോക്കറിലും അവൈലബിൾ ആണ്. ഞാനിവിടെ ധനന്റെ ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ സെക്കൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫെബ് റീട്രേസ്മെന്റ് കാണാൻ പറ്റും. അതായത് ഫെബിനാച്ചി റീട്രേസ്മെന്റ്. ഓക്കെ, ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫെബിനാച്ചി റീട്രേസ്മെന്റ് ടൂൾ ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ വന്നപ്പോൾ എന്താണ് പ്രശ്നം? ഇതിനകത്ത് നമുക്ക് ഇത് ഫസ്റ്റ് തന്നെ ഓപ്പൺ ആകുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം ഇതിനകത്ത് ഒരുപാട് ലെവൽസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ലെവൽസ് കണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇത് ഞാനിപ്പോൾ റെഡിയാക്കി കാണിച്ചു തരാം. അതായത് നമുക്ക് വേണ്ടത് വെറും 4 സോണുകൾ മാത്രമാണ്, 4 ലെവൽസ് മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മൾ ഇതിനകത്ത് ഒഴിവാക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി നേരെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക, സെറ്റിംഗ്സിൽ പോവാം. സെറ്റിംഗ്സ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ലെവൽ ഉണ്ടല്ലോ 0, 6, അതുപോലെ തന്നെ 1, നമുക്ക് ഈ ഒരു ഇത് ഒഴിവാക്കാം. കാണിക്കാം. ഇപ്പൊ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക. ഈ ഒരു ഭാഗം നമ്മൾ 4 ഒഴിവാക്കി, 1 ഒഴിവാക്കി, 2 ഒഴിവാക്കി, 3, 3, 4, 4.1, 4, 4, 2, 2, ഓക്കെ, 3. ഇപ്പൊ നമ്മൾ എത്ര ലെവൽസ് ഉള്ളത്? ഏതൊക്കെ ലെവലുള്ളത്? 0 ഉണ്ട്, 1 ഉണ്ട്, 0.6 ഉണ്ട്, 0.5 ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ട്രെൻഡ് ലൈൻ, ഏറ്റവും ടോപ്പിൽ ഒരു ട്രെൻഡ് ലൈൻ ആണല്ലോ, അത് നിങ്ങൾ അൺടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അൺടിക്ക് ചെയ്ത് നിങ്ങൾ നേരെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടൂൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഇതിന് മുന്നേ നമ്മൾ ഓപ്പൺ ആക്കിയ ഒരുപാട് ലെവൽസ് ഉണ്ടായിരുന്നു. ഇപ്പം ജസ്റ്റ് നമുക്ക് 4 ലെവൽസ് ഉള്ളൂ. ഈ ഒരു 4 ലെവൽസ് തന്നെ നമ്മളെ ഗോൾഡൻ സോൺ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അതായത് ഈ ഒരു 50 to 61%, ഈ ഒരു സോൺ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ, ഇവിടെയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് ട്രേഡ് എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം ഈ ഒരു സോണിൽ മാത്രം നിങ്ങൾ നോക്കിയത്, ബാക്കി ഏരിയ ഒന്നും നോക്കണ്ട. മാർക്കറ്റ് ഈ ഒരു സോണിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വർക്ക് ആവുന്നത് ഇത് നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് മാർക്കറ്റിൽ വർക്ക് ആവുന്നത്, എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഈ ഒരു 61%, 15 ആ ഒരു ലെവൽ വരുമ്പോൾ മാർക്കറ്റ് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും വർക്ക് ആവുന്നതാണ്. ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൻ പോയിന്റ് എൻട്രി ഒക്കെ എടുക്കാൻ ബെസ്റ്റ് ഒരു ടൂളാണ് ഈ ഒരു ഫെബിനാച്ചി റീട്രേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ നിഫ്റ്റിന്റെ ഒരു ചാർട്ട് എടുക്കാം. നിഫ്റ്റിന്റെ ചാർട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, മാർക്കറ്റ് എന്താണ്? മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പായി ഓപ്പൺ ആയി, ഗ്യാപ്പ് ഡൗൺ ആയി, നമുക്ക് ഇവിടെ ഒരു ലോ കിട്ടി. അന്നത്തെ ദിവസം തന്നെ നമുക്കൊരു ഹൈയും കിട്ടി, നമുക്കൊരു ലോയും കിട്ടി. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നേരെ ഫെബിനാച്ചി ടൂൾ എടുത്തിട്ട് ഇതിന്റെ ഹൈ ഉണ്ടല്ലോ, സ്വിംഗ് ഹൈ, അന്നത്തെ ദിവസം സ്വിംഗ് ഹൈ ആയാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ നിങ്ങൾക്ക് ഒരു സ്വിംഗ് ഹൈ കിട്ടിയാലും ലോ കിട്ടിയാലും അങ്ങനെയും ഓക്കെയാണ്. നമ്മളിപ്പോ അന്നത്തെ സ്വിംഗ് ഹൈ എടുത്ത് നേരെ സ്വിംഗ് ലോയിലോട്ട് ഇങ്ങനെ മുട്ടിച്ചിട്ട് ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് കാണാൻ പറ്റും, മാർക്കറ്റ് ഡൗൺ ആയി, ഈ ഒരു ലെവൽ വന്നു, മാർക്കറ്റ് തിരിച്ച് കയറി ഈ ഒരു ഗോൾഡൻ സോണിലോട്ട് വന്നപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും, മാർക്കറ്റ് ഇവിടുന്ന് ചെറിയ റിജക്ഷൻ എടുത്തു, മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. ഇവിടെ നല്ലൊരു ഇൻവേർട്ടഡ് ഹാമർ ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്ന പോലെ ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവുന്നുണ്ട് എന്നുള്ള ഒരു സൂചനയാണ്. ഓക്കെ, അതായത് നമ്മുടെ ഗോൾഡൻ സോണിന്റെ ഉള്ളിലാണ് ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്ന് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, നമുക്ക് ഇവിടെ ട്രേഡ് എടുത്തിട്ട് ഇതിന്റെ ഈ ഒരു വിക്കിന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ടാർഗറ്റ് എടുക്കാവുന്നതാണ്. മിനിമം 1:2 മുതൽ ടാർഗറ്റ് എടുക്കണം ഈ ഒരു സ്ട്രാറ്റജിയിൽ. ഓക്കെ, അതായത് നിങ്ങൾ ഇപ്പോ ഈ ഒരു ട്രേഡ് എങ്ങനെയാണ് ഈസി ആയിട്ട് എടുക്കുന്നത് മനസ്സിലായല്ലോ. അത് സിമ്പിൾ ആണ്. ഇപ്പൊ മാർക്കറ്റ് ഒരു അപ്പ് ട്രെൻഡ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്, മാർക്കറ്റ് ഡൗൺ ആയി. നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു സ്വിംഗ് ഹൈയും സ്വിംഗ് ലോയും തമ്മിൽ വരച്ചു. അതായത് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആണുള്ളത്.
ഡൗൺ ട്രെൻഡ് ഉള്ളപ്പോൾ നമ്മൾ സ്വിംഗ് ഹൈന്ന് സ്വിംഗ് ലോയിലോട്ട് വേണം വരയ്ക്കാൻ. അപ് ട്രെൻഡ് ഉള്ളപ്പോൾ സ്വിംഗ് ലോയിന്ന് സ്വിംഗ് ഹൈയിലോട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പം ഇതിന്റെ 60-50 എന്നുള്ളത് മേലോട്ടും താഴോട്ടും ചേഞ്ച് ആവും. ഡൗൺ ട്രെൻഡ് ഉള്ളപ്പോൾ ഇപ്പം ഈ ഒരു രീതിയിലാണ് കാണാം. അപ്പൊ മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് വന്ന് വീണ്ടും ഈ ഒരു ഗോൾഡൻ സോണിൽ എത്തുമ്പോൾ മാർക്കറ്റ് റിജക്ട് ആവാനുള്ള ചാൻസ് ആണ് ഈ ഒരു സ്ട്രാറ്റജിന്റെ 90% നമ്മൾ കാണുന്നത്. ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾ മൈൻഡിൽ വെക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്? ഇവിടുന്ന് ഒരു റീട്രേസ്മെന്റ് വന്നു. അതിനാണ് പറഞ്ഞ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെന്റ് എന്ന്. ഓക്കെ, ഇതൊരു റീട്രേസ്മെന്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് ഈ ഒരു ഗോൾഡൻ സോണിൽ നമുക്കൊരു റിജക്ഷൻ കിട്ടി. നിങ്ങളിപ്പോ ഈ ഒരു ഇവിടെ ജസ്റ്റ് ടച്ച് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് ചാടി എൻട്രി എടുക്കരുത്, നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടുന്ന് ഇപ്പൊ ഇതൊരു 15 മിനിറ്റ് ആണ് കാണുന്നത്. ഓക്കെ, 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. അത് നേരെ നിങ്ങൾ അറ്റ് എ ടൈം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ചാർട്ടും നോക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഈ ഒരു ലെവൽ വന്നപ്പോൾ 5 മിനിറ്റിൽ എങ്ങനെയാണ് അവിടെ വർക്ക് ആയതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഏതാ ഡേറ്റ്? സെപ്റ്റംബർ 29. ഓക്കെ, അതിനാണ് നമ്മൾ 2 ടൈം ഫ്രെയിമിലൊക്കെ അനലൈസ് ചെയ്യണം. വെറും ഒരു ടൈം ഫ്രെയിമിൽ മാത്രം നോക്കിയാൽ ശരിയാവില്ല. ഓക്കെ, ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നാണ് റീട്രേസ്മെന്റ് വന്നത്. ഈ ഒരു ലെവൽ. ഓക്കെ, ഇവിടെ ഈ ഒരു ലെവലാണ് നമുക്ക് റീട്രേസ്മെന്റ് വന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 5 മിനിറ്റില് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ ഇവിടെ എൻട്രി എടുക്കില്ല അല്ലെങ്കിൽ ഈ ക്രോസ് ഓവറിൽ എൻട്രി എടുക്കാം. ഓക്കെ, നേരെ മറിച്ച് ഇപ്പൊ നിങ്ങൾ മാഗ്ഡി ക്രോസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. താഴെ ഞാൻ മാഗ്ഡി ഇട്ടിട്ട് കാണാൻ പറ്റും. ഓക്കെ, കുറച്ചുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. മാഗ്ഡി താഴെ വന്നിട്ടുണ്ടാവും. അപ്പൊ മാഗ്ഡി ക്രോസ് എവിടെയാണ്? കറക്റ്റ് നമ്മുടെ ഈ ഒരു ഗോൾഡൻ സോണിൽ എത്തിയപ്പോ അവിടുന്ന് മാഗ്ഡി ബിയറിഷ് ക്രോസ് ആയി. ആ ഒരു മാഗ്ഡി ക്രോസ് ആയ ആ ഒരു ക്യാൻഡിലിൽ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലായല്ലോ. അതായത് മാർക്കറ്റ് റെസിസ്റ്റൻസിൽ പോകുമ്പോൾ അവിടുന്ന് ഒരു ബിയറിഷ് മാഗ്ഡി ക്രോസോ അല്ലെങ്കിൽ ബിയറിഷ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്യാൻഡിലോ, ഇപ്പൊ അവിടെ നമുക്ക് രണ്ട് രീതിയിലൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമുക്ക് ക്യാൻഡിൽ നോക്കി എടുക്കാം, ഇൻവേർട്ടഡ് ഹാമറോ ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ വന്നിട്ട് നോക്കിയോ. ഇല്ലാന്നുണ്ടെങ്കിൽ മാഗ്ഡി ക്രോസ് ഓവർ, EMA ക്രോസ് ഓവർ, ചെറിയ ടൈം ഫ്രെയിം കേട്ടോ. 15 മിനിറ്റ് തന്നെ EMA ക്രോസ് ഓവർ വരില്ല. അപ്പൊ ഇത് 15 മിനിറ്റ് നമ്മൾ ഫിബൊനാച്ചി ടൂൾ ഇട്ട് നോക്കുമ്പോൾ 5 മിനിറ്റ് ഇല്ലെങ്കിൽ 2, 3, 1 മിനിറ്റിലൊക്കെ നമ്മൾ മാർക്കറ്റ് ട്രേഡ് എൻട്രി എടുക്കാൻ വേണ്ടി സെറ്റപ്പുകൾ നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ട്രേഡ് എടുത്ത് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ഇത് പുട്ട് സൈഡിലോട്ട് എങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക്, അതായത് ബിയറിഷ് മാർക്കറ്റിൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായി. ഇത് നമുക്ക് നമുക്ക് നോക്കാം ബുള്ളിഷ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. ഓക്കെ, ഇത് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ലോ വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടുന്ന് ഒരു എന്താണ് ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലോ വന്നിട്ടുണ്ട്. ഈ ഒരു ലോയും ഈ ഒരു ഹൈയും നമുക്ക് ഇതൊന്ന് ഇവിടെ ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, ഫിബൊനാച്ചി ടൂൾ ഇവിടെ ഒന്ന് നോക്കാം. അതായത് ലോ കിട്ടിയിട്ടുണ്ട് നമുക്ക്. എന്താണ് ഇവിടെ, അതായത് ഇതാണ് കേട്ടോ നമ്മുടെ ഹൈ. ഈ ഹൈ നമുക്ക് വന്നിട്ടില്ല. ഈ ഹൈ നെക്സ്റ്റ് ആണ് വന്നത്. ഈ ഒരു ഹൈ വരെ പോയിട്ട് മാർക്കറ്റ് ഡൗൺ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് അന്നത്തെ ലോ മുതൽ ഇവിടുത്തെ ഹൈ വരെ എടുത്തിട്ട് നേരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞു തരുന്ന അപ് ട്രെൻഡിലാണ്. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കറക്റ്റ് ആയിട്ട് നമ്മുടെ ഗോൾഡൻ സോണിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട് അല്ലെ. ഈ ഒരു ഗോൾഡൻ സോണിലോട്ട് മാർക്കറ്റ് വന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഇവിടുന്ന് കറക്റ്റ് ഒരു ഹാമർ വന്നിട്ട്, ഹാമർ ക്യാൻഡിൽ വന്നിട്ട് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി പോവാണ് ഇത് ഈ ഒരു ഗോൾഡൻ സോൺ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അതായത് ഒരു മാർക്കറ്റിന്റെ ഡൗൺ മാർക്കറ്റിലും ഒരു അപ്പ് മാർക്കറ്റിലും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമുക്ക് നേരെ 5 മിനിറ്റിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ നമ്മൾ ഇത് ഡേറ്റ് ഒക്ടോബർ 7. ഓക്കെ, ഒക്ടോബർ 7 നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ 2 ടൈം ഫ്രെയിമിൽ നോക്കണം. 5 മിനിറ്റിൽ ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് നോക്കണം. ഓക്കെ, ഒക്ടോബർ 7. ഓക്കെ, ഈ ഒരു ഭാഗം ഒക്ടോബർ 7 നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെ ആ ഒരു ലെവലിൽ ഗോൾഡൻ സോണിൽ 15 മിനിറ്റിൽ നമ്മൾ ഫിബൊനാച്ചി വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സോണിലോട്ട് എത്തുമ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് അതായത് മാഗ്ഡി ക്രോസ് വന്നിട്ടുണ്ട്, പ്ലസ് EMA ക്രോസും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് വേണം യൂസ് ചെയ്തിട്ട് എടുക്കാം ഹോൾസെയിലോട്ട്. ഓക്കെ,
അപ്പൊ ഈ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ലെവല്, ഈ ഒരു സപ്പോർട്ടിന്റെ അതായത് 60% താഴെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് നോക്കുക. അതിന്റെ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുന്ന എക്സിറ്റ് ആവുന്ന രീതിയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇതിന് നമുക്ക് ഈസി ആയിട്ട് 1:3 ടാർഗറ്റ് എടുക്കാവുന്നതാണ്. 1:2 മിനിമം നിങ്ങൾക്ക് കിട്ടും ഈ ഒരു സ്ട്രാറ്റജിയിൽ. അപ്പൊ നമുക്ക് എന്താണ് കോൾ സൈഡിലോട്ടും പുട്ട് സൈഡിലോട്ടും എങ്ങനെയാണ് ഈ ഒരു ഫെബിനാച്ചി റിട്രേസ്മെന്റ് ടൂൾ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് നിങ്ങൾക്ക് ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ടൈം ഫ്രെയിം മാറ്റിയിട്ട് ഒരു 1 അവർ നോക്കാം. ഓക്കെ, 1 അവർ നോക്കുമ്പോൾ എന്താണ് ഇവിടെ നമുക്ക് നോക്കാം. വൺ അവറിൽ ഓരോ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഓരോരോ രീതിയിലായിരിക്കും നമുക്ക് കാണുക. ഓക്കെ, ഈ 1 അവറിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിപ്പോ ഈ ഒരു സ്വിങ് ലോ മുതൽ ഈ ഒരു സ്വിങ് ഹൈ വരെയാണ് അടിച്ചത്. അപ്പം ഈ ഒരു ലെവൽ ഇനിയും വരാൻ ഇനിയും ബാക്കിയുണ്ട് ഇങ്ങോട്ട്. ഓക്കെ, അപ്പം അത് നമുക്ക് ഒഴിവാക്കാം. നമുക്ക് വേറെ നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു ഇതൊരു അപ് ട്രെൻഡ് ആണല്ലോ. ഇവിടെ നമുക്കൊരു സ്വിങ് ലോ കിട്ടിയിട്ടുണ്ട്, സ്വിങ് ഹൈ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഈ ഒരു സ്വിങ് ലെവൽ നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ഈ ഒരു സ്വിങ് ഹൈയും ഈ ഒരു സ്വിങ് ഹൈ ആണ് എടുത്തത്, ഈ ഒരു സ്വിങ് ലോ ആണ് എടുത്തത്. നമ്മൾ ഇവിടുന്ന് വരച്ചു, എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 2 സ്വിങ് ലോ എടുക്കാം. ഇത് ഞാനിപ്പോ ഇതാണ് എടുത്തത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തൊട്ട് തന്നെ ഈ ഒരു സ്വിങ് ലോ എന്ന് തൊട്ട് തന്നെ മുകളിലോട്ട് വരയ്ക്കാവുന്നതാണ്. അതായത് ഈ ഒരു സ്വിങ് ഹൈ ഇന്നത്തെ. ഓക്കെ, അതായത് ഇന്നലത്തെ സ്വിങ് ലോയും ഇന്നത്തെ സ്വിങ് ഹൈയും വരച്ചു, നമ്മൾ അത് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഈ ഒരു ക്യാൻഡിലെ ഹൈ ലെവൽ കണക്കായിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇത് 1 അവറിലാണ് വരച്ചത്. അപ്പൊ എന്താണ് മാർക്കറ്റ് ഇവിടുന്ന് വന്നപ്പോ ഈ ഒരു ലെവലിൽ എത്തിയപ്പോ ഇവിടെ ഒരു ഹാമർ, ഇതാണ് നമ്മുടെ ഗോൾഡൻ സോൺ എന്ന് പറയുന്നത്. ഈ ഒരു ഗോൾഡൻ സോണിൽ എത്തിയപ്പോ എന്താണ് ഇവിടെ ഒരു ഹാമർ വന്നു. നമുക്ക് എന്താണ് മനസ്സിലായി, ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ആണ് കൂടുതലെന്ന് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട്. അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് പിന്നെ ഒരു അപ്സൈഡ് മൂവ് ആണ് തന്നത്. ഓക്കെ, അപ്പോ 1 അവറിലൊക്കെ ഇത് വരയ്ക്കും. 1 അവറിലൊക്കെ ഈ ഒരു സപ്പോർട്ട് എടുക്കുമ്പോൾ കൂടുതൽ പോയിന്റുകൾ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ചെറിയ ടൈംസിലാകുമ്പോൾ ചെറിയ പോയിന്റുകൾ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ഫെബ്രുവരി റിട്രേസ്മെന്റ് ഉപയോഗിച്ച് നിങ്ങൾ മാർക്കറ്റിൽ ഫസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഈ ഒരു ലെവൽസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, ഇത് നിങ്ങൾ ഒരു അപ് ട്രെൻഡിൽ ഇത് വരച്ച് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ഓക്കെ, അപ്പം ഇത് വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. അതായത് ഈ ഒരു ഗോൾഡൻ സോൺ ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, ശരിക്കും ഈ ഒരു സ്ട്രാറ്റജി തന്നെ നിങ്ങൾ മാസ്റ്റർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കാരണം നമുക്ക് ഓവർ ട്രേഡ് ഒന്നും ചെയ്യില്ല. കാരണം ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യൂ. മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ എത്ര ട്രാപ്പായി കളിച്ചാലും നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു ദിവസം 1-2 ട്രേഡൊക്കെ കിട്ടും. ഓക്കെ, അപ്പം ഇതുപോലുള്ള സ്ട്രാറ്റജികൾ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഓവർ ട്രേഡ് എന്നുള്ള കാര്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ കാണാം.